Hello students, welcome back. ഞാൻ ജസ്റ്റ് ഇത് സെപ്പറേറ്റ് ഒരു എക്സ്പെരിമെന്റ് ആയിട്ടല്ല, പക്ഷെ ഞാൻ കഴിഞ്ഞ ഡെമോൺസ്ട്രേഷൻ വീഡിയോ ഒന്ന് റെക്കോർഡ് ചെയ്ത് അത് പ്ലേ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നി നമ്മൾ അഡീഷണൽ ഒരു കോളം ഉണ്ടാക്കുന്ന ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ അപ്ഡേറ്റും സെലക്ടും ഡിലീറ്റും കറക്റ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ആ ഓപ്ഷൻസ് അല്ലെങ്കിൽ ആ ക്വറി ചെയ്യുമ്പോൾ ടേബിളിൽ എങ്ങനെയാണ് മാറ്റങ്ങൾ വന്നത് അത് നമുക്ക് കറക്റ്റ് ആയിട്ട് അത് നമുക്ക് കാണിക്കാനും പറ്റും. പക്ഷെ നമ്മൾ മറ്റൊരു പോർഷൻ അർത്ഥം എങ്ങനെയാണ് പുതിയൊരു കോളം ആഡ് ചെയ്യേണ്ടത് ആ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു പോർഷൻ നോക്കിയപ്പോൾ അതിന്റെ ഒരു കൺവേർഷൻ എന്താ ആ ഒരു കോളം ആഡ് ചെയ്ത് കഴിഞ്ഞ് അതിന്റെ അതെങ്ങനെയാണ് ടേബിളിൽ മാറ്റം വരുത്തിയത് അത് നമുക്ക് എക്സാക്ട്ലി എടുത്ത് കാണാൻ പറ്റിയില്ല എന്ന് എനിക്ക് തോന്നുന്നു ആ വീഡിയോയില്. ആ ഒരു പോർഷൻസിന്റെ ക്ലാരിറ്റി കുറവുണ്ടാവും അല്ലെങ്കിൽ അവിടെ ഡൗട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ വീണ്ടും ഈ ഓഗ്മെന്റഡ് വീഡിയോ അല്ലെങ്കിൽ അഡീഷണൽ ആയിട്ട് ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഇത് അതേ എക്സ്പെരിമെന്റിന്റെ അഡീഷണൽ പാർട്ടാണ്. ഓൺലി ആ ഒരു സെഗ്മെന്റ് എങ്ങനെയാണ് നമുക്കൊരു അഡീഷണൽ കോളം ഒരു ഇൻ ദ ടേബിളിൽ ഒരു അഡീഷണൽ കോളം എനിക്ക് എങ്ങനെ ക്വറി യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളിവിടെ നോക്കാൻ പോണത്. അത് മാത്രമായിരിക്കും നമ്മളിവിടെ ഡീൽ ചെയ്യാൻ പോണത്. സോ ഒരു കോളം ആഡ് ചെയ്യാൻ നിങ്ങൾ ആദ്യം ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ടേബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ കണ്ട പോലെ തന്നെ ടേബിൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്കൊരു ഈ പറഞ്ഞ കോളം ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ പറഞ്ഞ ടേബിൾ ഈ നിങ്ങൾ ഫസ്റ്റ് എക്സ്പെരിമെന്റ് ഓർക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് എക്സ്പെരിമെന്റിൽ ചെയ്തതാണ്. നമ്മൾ ടേബിൾ ഡിസൈനിൽ പോയിട്ട് ഈ ഒരു ഡിസൈനിൽ പോയിട്ട് നമ്മൾ ഇവിടെ ഓരോ കോളത്തിന്റെ ഹെഡിങ് എഴുതും, എന്നിട്ട് അതിന്റെ ഡേറ്റ ടൈപ്പ് എഴുതും, എന്നിട്ടാണ് നമ്മൾ അതിൽ പിന്നീട് ഫോംസ് യൂസ് ചെയ്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് കീബോർഡ് വെച്ചാണ് നമ്മൾ വാല്യൂ എൻ്റർ ചെയ്യണേ. സോ വേണമെങ്കിൽ എനിക്ക് ഈ മാർക്ക് 1 പ്ലസ് മാർക്ക് 2ന്റെ ഒരു നെക്സ്റ്റ് കോളം ടോട്ടൽ ഇവിടെയും ഒരു കോളം എൻ്റർ ചെയ്തിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ ചെയ്യുമ്പോൾ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ പറഞ്ഞ കോളം റെഡി ആവും, പക്ഷെ അതിൽ വരേണ്ട വാല്യൂസ് എനിക്ക് മാനുവലി കാൽക്കുലേറ്റ് ചെയ്ത് ഇടേണ്ടി വരും അല്ലെ. അപ്പൊ ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ ഒരു കുട്ടീന്റെ മാർക്ക് 1ന്റെ മാർക്കും മാർക്ക് 2ന്റെ മാർക്കും ഞാൻ തന്നെ ആഡ് ചെയ്തിട്ട് അത് പിന്നെ എനിക്ക് ടോട്ടൽ എന്ന് പറഞ്ഞ കോളത്തിൽ ഹെഡിങ്ങിൽ നമുക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അതല്ല അതേ ഒരു പോസിബിലിറ്റി ഉള്ളൂ. ഞാൻ ഒരു ടേബിളിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഒരു കോളം ആഡ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അങ്ങനെയും നമുക്ക് ചെയ്യാം. പക്ഷെ ലാർജ് ഡേറ്റ ആവുമ്പോൾ ഒരു ലക്ഷങ്ങളുടെ എൻട്രീസ് അല്ലെങ്കിൽ 1,10,000 റെക്കോർഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ റോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് മാനുവലി ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ആ മാനുവൽ ചെയ്യുന്ന ടൈം ലാഭിക്കാനും ഇതിനെ ഈസി ആക്കാനാണ് നമുക്ക് ക്വറി യൂസ് ചെയ്തിട്ട് തന്നെ ഒരു കോളം ആഡ് ചെയ്തിട്ട് ആ കോളത്തിന്റെ വാല്യൂ പറഞ്ഞ വേറെ 2-3 കോളത്തിന് ആണ് നമുക്ക് കിട്ടണമെങ്കിൽ അങ്ങനത്തെ ചില സമയത്ത് മിക്ക സന്ദർഭത്തിലും അങ്ങനെ ഉണ്ടാവാറുണ്ട്. മാർക്കിന്റെ അഡീഷൻ ആവാം, ഗ്രേഡ് ആവാം, പെർസെന്റേജ് ആവാം, അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന്റെ ഡിസ്കൗണ്ട് ആവാം. ഇതൊക്കെ നമുക്ക് ഓൾറെഡി ഒരു കോളത്തിന്റെ വാല്യൂനെ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് കിട്ടുന്ന കോളംസ് ആയിരിക്കും. അങ്ങനത്തെ കോളംസ് ഒക്കെ നമുക്ക് എന്താ ക്വറി യൂസ് ചെയ്തിട്ടും ചെയ്യാൻ അല്ലെങ്കിൽ ക്വറി യൂസ് ചെയ്തിട്ടും ഈ പറഞ്ഞ പോലെ ആഡ് ചെയ്യാൻ പറ്റും. ക്വറി യൂസ് ചെയ്തിട്ടും നമുക്കത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു സെക്ഷൻ ആണ് എനിക്ക് തോന്നുന്ന കഴിഞ്ഞ വീഡിയോയിൽ ക്ലിയർ ആയിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ വീണ്ടും എടുക്കണേ. അപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടിയും ശ്രദ്ധിക്കുക എങ്ങനെയാണ് ക്വറി ക്രിയേറ്റ് ആവുന്നതെന്ന്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്രിയേറ്റിൽ പോയിട്ട് ക്വറി വിസാർട്ടിൽ പോയി അതിൽ സിമ്പിൾ ക്വറി വിസാർട്ട് നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് എല്ലാം കോളംസ് വേണം, അതുകൊണ്ട് ഞാൻ എല്ലാം ട്രാൻസ്ഫർ ചെയ്യുന്നു. നിങ്ങൾക്ക് ഏതെങ്കിലും 1-2 കോളം മതിയെങ്കിൽ അതും ചെയ്യാം. പക്ഷെ ഞാൻ എല്ലാം കോളംസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് ഡീറ്റെയിൽ വ്യൂവിൽ തന്നെ സെലക്ട് ചെയ്തിട്ട് നെക്സ്റ്റ് കൊടുത്തിട്ട് ലാസ്റ്റിൽ മോഡിഫൈ ക്വറി ഡിസൈൻ എടുത്ത് ഞാൻ തന്നെ എന്റെ ക്വറിന്റെ ഡിസൈൻ മോഡിഫൈ ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് ഞാൻ ഫിനിഷ് കൊടുത്തു. ഇവിടം വരെ നമുക്ക് എങ്ങനെ എത്തേണ്ടതെന്ന് ക്വറി വിസാർട്ട് യൂസ് ചെയ്തിട്ട് ഇവിടം വരെ എത്തേണ്ടത് അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ഞാൻ ഒരു അഡീഷണൽ കോളം ആണ് എൻ്റർ ചെയ്യാൻ പോണേ. എവിടെയാണ് ചെയ്യാൻ പോണേ? മാർക്ക് 1ഉം മാർക്ക് 2ന്റെ തൊട്ടപ്പുറത്ത് ഞാൻ ഒരു ടോട്ടൽ എന്ന് പറഞ്ഞൊരു കോളം ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അത് ചെയ്യാൻ എങ്ങനെയാണെന്നാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു. പക്ഷെ അത് ക്ലാരിറ്റി കുറവായി നോക്കിയിട്ട് ഞാൻ അഡീഷണൽ ആയിട്ട് ഒരു പ്രാവശ്യം കൂടി അത് പറയുകയാണ്. അഡീഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം കൂടി ക്ലിയർ ആയിട്ട് അത് പറയുകയാണ്. കൂടുതൽ വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല, അതേ കാര്യം ഞാൻ ഇവിടെ പറയുന്നത്. പക്ഷെ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് അത് പറയാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. സോ ദാറ്റ് നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാണ്ടിരിക്കാൻ. സോ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്ന് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ബിൽഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ആ ബിൽഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അടുത്ത ഡയലോഗ് ബോക്സ് അല്ലെങ്കിൽ അടുത്തൊരു വിൻഡോ ഓപ്പൺ ആവും. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞ ഫോർമുല കൊടുക്കേണ്ടത്. അപ്പൊ ഇതിന്റെ ഫോർമുല എന്തായിരിക്കും? ടോട്ടലിന്റെ ഫോർമുല മാർക്ക് 1 പ്ലസ് മാർക്ക് 2 അല്ലെ. ഒരു കുട്ടിക്ക് മാർക്ക് 1 അല്ലെങ്കിൽ സബ്ജക്ട് 1ന്റെ മാർക്കും സബ്ജക്ട് 2ന്റെ മാർക്കിന്റെ അഡീഷൻ ആയിരിക്കും ടോട്ടൽ മാർക്ക് അല്ലെ. അപ്പോൾ എന്റെ ആ ഹെഡിങ് അല്ലെങ്കിൽ ആ കോളത്തിന്റെ ഹെഡിങ് എന്താണ്? ടോട്ടൽ. അപ്പൊ ഞാൻ ആദ്യം ബിൽഡ് വിസാർട്ടിൽ പോയിട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബിൽഡ് ഓപ്പൺ ചെയ്തിട്ട് എന്താ ചെയ്യേണ്ടത്? ആദ്യം കോളം ഹെഡിങ് എഴുതുക. TOTAL. കോളം ഹെഡിങ് ആണെന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ കോളൻ യൂസ് ചെയ്യും, 2 കുത്ത് യൂസ് ചെയ്യും. ആ 2 കുത്ത് യൂസ് ചെയ്താൽ മാത്രം നമുക്ക് ഈ പറഞ്ഞ കമ്പ്യൂട്ടറിന് മനസ്സിലാവും ദാറ്റ് ഇറ്റ് ഈസ് എ ടേബിൾ അല്ലെ, സോറി ഇറ്റ്സ് എ കോളം. എന്നിട്ട് ഞാൻ ആ ഫോർമുല ഇടും. എന്താണ് ഫോർമുല? മാർക്ക് 1 പ്ലസ് മാർക്ക് 2. ഫോർമുല എപ്പോഴും ഒരു ബ്രാക്കറ്റിന്റെ ഉള്ളിലായിട്ടുണ്ട്. ഫോർമുലയിൽ വന്ന
ഈ പറഞ്ഞ വേറെ കോളത്തിന്റെ പേരാണെങ്കിൽ അത് നമ്മൾ ഒരു സ്ക്വയർ ബ്രാക്കറ്റിലും ഇടും. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലെങ്കിൽ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അത് പറഞ്ഞതാണ്. അപ്പൊ സ്ക്വയർ ബ്രാക്കറ്റിൽ മാർക്ക് 1 സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഫോർമുല എന്താണ്? പ്ലസ് ആണ്. പിന്നെ ഞാൻ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, മാർക്ക് 2 എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, മറ്റേ ബ്രാക്കറ്റും ക്ലോസ് ചെയ്തു. ഇതാണ് നമ്മുടെ ഫോർമുല. അപ്പൊ ഇതെന്താ പറഞ്ഞിരിക്കുന്നത് ഇവിടെ? ടോട്ടൽ കോലൻ മാർക്ക് 1 പ്ലസ് മാർക്ക് 2. അതിന്റെ അർത്ഥം ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ സെലക്ട് ചെയ്ത സ്ഥലത്ത് ഒരു കോളം ആഡ് ചെയ്യണം. ആ കോളത്തിന്റെ പേര് എന്തായിരിക്കും? ടോട്ടൽ ആയിരിക്കും. ആൻഡ് ആ കോളത്തിൽ വന്ന വാല്യൂസ് എന്തായിരിക്കും? ആ റെസ്പെക്റ്റീവ് ഓരോ കുട്ടികളുടെ മാർക്ക് 1 മാർക്ക് 2ന്റെ അഡീഷൻ ആയിരിക്കും ഈ കോളത്തിൽ വരേണ്ട വാല്യൂസ്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഓക്കെ ഞെക്കി കഴിഞ്ഞിട്ട് ഒട്ടും മറക്കാണ്ട് ഇവിടെ നിങ്ങൾ ഈ ഒരു ചെക്ക് ബോക്സ്, ഈ ഷോ എന്ന് പറഞ്ഞ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യാൻ മറക്കാം. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ റൺ പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ടേബിളിൽ നമ്മൾ കാണേണ്ട എന്താണ്? ഏറ്റവും എൻഡിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഒരു പുതിയൊരു കോളം, ടോട്ടൽ നമുക്ക് കൊടുത്ത പേര് എന്ന് പറഞ്ഞ ഒരു കോളം ഓപ്പൺ ആയിട്ടുണ്ട്. ആൻഡ് ഈ പറഞ്ഞ പോലെ മാർക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് ആഡ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഇതേപോലെ നമുക്ക് പെർസെന്റേജ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിലും ആ ഫോർമുല കൊടുത്ത് ചെയ്യാൻ പറ്റും. സോ 2 3 അല്ലെങ്കിൽ വേറെ കോളംസിന്റെ വാല്യൂ യൂസ് ചെയ്തിട്ട് അടുത്തൊരു കോളത്തിന്റെ വാല്യൂ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ ക്വറി തന്നെ ഈ ഫോർമുല മെത്തഡ് യൂസ് ചെയ്തിട്ടും ചെയ്യാം. ഇറ്റ് വിൽ ബി വെരി ഈസി ആൻഡ് ടൈം സേവിങ്. നിങ്ങൾ തന്നെ ഉദ്ദേശിക്കുക ഈ 12 വരുന്ന ഡേറ്റ തന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഓരോ മാർക്ക് ആഡ് ചെയ്തിട്ട് എൻട്രി ചെയ്യേണ്ടി വന്നാൽ, മാനുവൽ ആയിട്ട് ചെയ്യേണ്ടി വന്നാൽ എനിക്ക് കൂടുതൽ ടൈം എടുത്തേനെ. അപ്പൊ ഇതേ ഡേറ്റ ഇപ്പൊ 1 lakh അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു കോളേജ് ആണെങ്കിൽ 700 സ്റ്റുഡൻസ്, ഒരു ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ നോക്കുവാണെങ്കിൽ 1,00,000 സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മൾ പോളിടെക്നിക്സ്. അപ്പൊ അതിന്റെ മാർക്സ് ഒക്കെ ഈ പറഞ്ഞ മാനുവൽ ആയിട്ട് എൻട്രി ചെയ്യാൻ പോയാൽ രണ്ടോ മാസങ്ങൾ എടുക്കും. അപ്പൊ ഈ ഫോർമുല യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി ഡൺ ഇൻ മിനിറ്റ്സ്. സോ അങ്ങനെയാണ് ഒരു പുതിയ കോളം ആഡ് ചെയ്യേണ്ട ക്വറി മെത്തഡ് യൂസ് ചെയ്തിട്ട്. സോ ഐ തിങ്ക് ഇപ്പൊ നിങ്ങൾക്ക് ആ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് അതിപ്പോ ക്ലിയർ ആയിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. സോ ഞാനിവിടെ നിർത്തുന്നു. സോ MS ആക്സസിന്റെ 4ാമത്തെ മോഡ്യൂൾ നമ്മൾ 3 എക്സ്പെരിമെന്റ് ആയിട്ട് ഫുൾ ആയിട്ട് തീർത്തു. ഫസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ടേബിൾ ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് ഡാറ്റാബേസ് ഉണ്ടാക്കേണ്ടത് നോക്കി, ക്രിയേറ്റ് ഡാറ്റാബേസ്, ക്രിയേറ്റ് ടേബിൾ നോക്കി, പിന്നെ ക്രിയേറ്റ് ഫോം നോക്കി. ഈ എക്സ്പെരിമെന്റിൽ നമ്മൾ ക്രിയേഷൻ ഓഫ് ക്വറിയും കൂടിയും പഠിച്ചു. ക്വറി ക്രിയേറ്റ് ചെയ്യാൻ എങ്ങനെയാണ് ക്വറി വിസാർട്ടിൽ പോയിട്ട് ആ ക്വറി ഡിസൈൻ വിൻഡോ വരെ എത്തേണ്ടത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ അവിടെ നിങ്ങൾക്ക് ക്വറി ചെയ്യേണ്ടത് അപ്ഡേറ്റിനായാലും ഡിലീറ്റിനായാലും സെലക്ടിനായാലും നിങ്ങൾ ആ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്ന പോലെ തന്നെ ക്രൈറ്റീരിയയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് സ്റ്റുഡൻസ് മാർക്ക് 1 ഗ്രേറ്റർ ദാൻ 15 ആണെങ്കിൽ നമ്മൾ ആ ക്രൈറ്റീരിയന്റെ കോളമിൽ ഗ്രേറ്റർ ദാൻ 50 ഇട്ട് കൊടുക്കും അല്ലെ. അപ്പൊ അത് നിങ്ങൾക്ക് ബേസിക് മാത്തമാറ്റിക്സ് ആണ്. അത് ആ ക്രൈറ്റീരിയന്റെ കോളം ഇട്ട് അതുപോലെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്ഡേറ്റും ഡിലീറ്റും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്, അതേപോലെ തന്നെ ചെയ്യുക. അതേപോലെ ഒരു പുതിയ കോളം ആഡ് ചെയ്തിട്ട് ആ കോളത്തിലെ വാല്യൂ വേറെ 2 3 കോളത്തിന്റെ വാല്യൂ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യാനാണെങ്കിൽ ആ ഫോർമുല ബേസ് വെച്ച് എങ്ങനെ ചെയ്യണം എന്ന് വീണ്ടും ഞാൻ ഒരു കാണിച്ചിട്ടുണ്ട്. ഐ ഹോപ്പ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിൽ അത് ക്ലിയർ ആയിട്ടുണ്ടാവും. എന്നിട്ടും എന്തെങ്കിലും ഡൗട്ട് ഒക്കെ ഉണ്ടാവുമെങ്കിൽ ഡു ഇൻഫോം മീ, എന്നോട് ചോദിക്കുക. അത് വേണമെങ്കിൽ ഞാൻ ഇങ്ങനെ തന്നെ ഡെമോൺസ്ട്രേഷന്റെ ചെറിയ വീഡിയോ ആയിട്ട് ഇടാം, അല്ലെങ്കിൽ വീണ്ടും ആ ക്ലാസ് എടുത്ത് തരാൻ ശ്രമിക്കാം. ഐ ഹോപ്പ് ഇറ്റ് ഷുഡ് ബി ക്ലിയർ. സോ നമുക്ക് OS ലാബിന്റെ സിലബസ് തീർന്നു എന്ന് തന്നെ പറയാം. റൈറ്റ് ടെപ്സ് ഞാൻ ഈ 3 എക്സ്പെരിമെന്റ് തരാനുണ്ട്. അത് ഞാൻ വേഗം തന്നെ തരാം. ബാക്കി നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ, സീ യു, ബൈ.